അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും അവ്വലൻ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹൂൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി ബോധത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചു വന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തൻ്റെ രക്ഷിതാവിനോട് നന്ദിയില്ലാത്ത ഒരു സന്ദർഭവും ഉണ്ടായിക്കൂടാ എന്ന് നമ്മൾ സമർത്ഥിക്കുകയുണ്ടായി. ജീവിതത്തിൽ നന്ദിയില്ലാത്തവരായി മനുഷ്യരെ മാറ്റിത്തീർക്കുന്ന ഘടകം എന്താണ്, അതിനെ സംബന്ധിച്ചുള്ള ഗൗരവം എത്ര കണ്ട് എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ളൊരു അന്വേഷണമാണ് ഈ ആഴ്ച നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജീവിത ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയാതെ ഭൗതികമായ വിഭവങ്ങളിൽ ഭൂരിപക്ഷം മനുഷ്യരും ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വർത്തമാനകാല സാഹചര്യത്തിൽ വലിയൊരു ദുരന്തമെന്ന് പറയുന്നത്. തിരിച്ചു പോകേണ്ട സമയം ഏറെ അടുത്തിരിക്കുന്നു. അത്തരമൊരു തിരിച്ചുപോക്കിനെ സംബന്ധിച്ചും ഈ ജീവിതം കൊണ്ട് നിർവഹിക്കേണ്ട ദൗത്യത്തെ സംബന്ധിച്ചും പല ആളുകൾക്ക് വലിയ ധാരണയുള്ളതായി നമ്മൾ കാണുന്നില്ല. മുൻഗാമികളായ നമ്മുടെ പൂർവികരെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള അത്തരം താല്പര്യങ്ങളെ അതിജയിച്ചവരായിരുന്നു അവർ നമുക്ക് കാണാവുന്നതാണ്. ആമുഖമായി ഞാൻ ഓതിക്കേൾപ്പിച്ച വചനം ഖുർആനിലെ 57-ാമത്തെ അധ്യായം സൂറ ഹദീദിലെ 20-ാമത്തെ സൂക്തത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്, ഇഅ്ലമൂ, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴാണ് ഖുർആൻ ഈ ഒരു ശൈലി സ്വീകരിച്ചതായി നമ്മൾ കാണുന്നത്. വഅലം അന്നല്ലാഹ, പടച്ചവൻ അള്ളാഹു അല്ലാതെ മറ്റാരും ആരാധനയ്ക്ക് അർഹനായി ഇല്ല എന്ന് പറയുന്നിടത്ത് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് അങ്ങനെ. അതുപോലൊരു പ്രയോഗം അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് ലഅബുൻ വലഹൂൻ, അത് കളിയും തമാശയുമാണ്. വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, അതേപോലെ തന്നെ അലങ്കാരവും നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കുന്ന സ്വത്തുക്കളിലും സന്താനങ്ങളിലുമുള്ള പെരുപ്പം കാണിക്കലുമൊക്കെയാണ്. ഇതാണ് ഈ ദുനിയാവിൻ്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ എന്ന് ഖുർആൻ അവിടെ പറഞ്ഞു വയ്ക്കുകയാണ്.
ദുനിയാവിനെ പറ്റി പറയുന്ന പല ഭാഗങ്ങളിലും ആവർത്തിച്ചു വന്നിട്ടുള്ളൊരു പദപ്രയോഗമാണ് ലഇബുൻ വലഹുവുൻ. അത് കളിയും തമാശയുമാണ് എന്നുള്ളത്. ആ പറഞ്ഞതിനർത്ഥം അതിലൊരു ഗൗരവം ഇല്ല, മകളൊരു കളിയായി തന്നെ ഒരു ഗെയിമായി കണ്ട മതി എന്ന അർത്ഥത്തിലല്ല അത് പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ആ പ്രയോഗങ്ങളൊക്കെയും അതിൻ്റെ ക്ഷണികതയെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു ഖയ്യിം രേഖപ്പെടുത്തിയത് ലഇബുൻ വലഹുവുൻ തൽഹു ബിഹൻ നുഫൂസു തൽഹബു ബിഹൻ അബ്ദാൻ. ഒരു മനുഷ്യന്റെ മനസ്സിന് സന്തോഷം തോന്നുന്നതാണ് വിനോദം എന്ന് പറയുന്നത്. എന്നാൽ അതേപോലെ തന്നെ ശരീരത്തിന് സന്തോഷം തോന്നുന്ന കാര്യമാണ് കളി എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് സന്തോഷങ്ങളും നേടിയെടുക്കുന്ന ക്ഷണികമായിട്ടുള്ളൊരു അവസ്ഥയെ സംബന്ധിച്ചാണ്, ഐഹിക ജീവിതത്തെ സംബന്ധിച്ച് ഖുർആൻ അവിടെ ഉപമിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള വചനങ്ങളിലൊക്കെയും ദുനിയാവിൻ്റെ ക്ഷണികതയാണ് അടിവരയിടുന്നത്. എന്ന് വച്ചാൽ അടുത്ത നിമിഷം അതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം എന്തായിരുന്നാലും നിർബന്ധമായും ഇവിടെ നിന്ന് പോകേണ്ടവരാണ് നമ്മൾ. ഒരു ഷോർട്ട് പീരീഡ് മാത്രമാണ് ഇവിടെ നമ്മൾ ചെലവഴിക്കുന്നത് എന്ന കൃത്യമായൊരു ധാരണയാണ് ഖുർആൻ ആ പ്രയോഗങ്ങളിലൊക്കെയും വച്ചിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ മറ്റു വചനങ്ങളിൽ അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള പരലോകത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് ആ ഗൗരവം നമുക്ക് കാണാവുന്നതാണ്. ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറ മുഅ്മിനൂനിലെ 115-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ. നിങ്ങൾ വിചാരിക്കുകയാണോ അല്ലാഹു നിങ്ങളെ വെറുതെ വിട്ടിരിക്കുകയാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ ദുനിയാവിലേക്ക് പടച്ചവൻ നിങ്ങളെ വെറുതെ അങ്ങ് പറഞ്ഞു വിട്ടിരിക്കുകയാണെന്നാണോ നിങ്ങളുടെ വിചാരം? വ അന്നക്കും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ നമ്മുടെ അരികിലേക്ക് മടങ്ങി വരികയില്ല എന്നും നിങ്ങൾ വിചാരിക്കുകയാണോ? അതൊരു താക്കീതോടു കൂടിയാണ് പ്രയോഗം. നിങ്ങൾ അങ്ങനെ വെറുതെ വിട്ടിട്ടില്ല എന്നും നിങ്ങൾ നിർബന്ധമായി നമ്മിലേക്ക് തിരികെ വരേണ്ടി വരും എന്നുമുള്ളതാണ് ആ വചനത്തിൽ അടങ്ങിയിട്ടുള്ള സൂചന എന്ന് പറയുന്നത്. ഖുർആനിലെ 102-ാമത്തെ അധ്യായം സൂറത്ത് തക്കാസുർ, അതിലെ ആദ്യ 2 വചനങ്ങൾ അൽഹാക്കുമുത്തക്കാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. അൽഹാക്കുമുത്തക്കാസുർ, പെരുമ നടിക്കൽ മനുഷ്യനെ അശ്രദ്ധനാക്കിയിരിക്കുന്നു. ഖുർആൻ പറയാൻ തക്കാസുർ മത്സര മനസ്ഥിതിയാണ്. ധനവും മക്കളും അതേപോലെ ഭൗതികമായിട്ടുള്ള മറ്റു വിഭവങ്ങളുമൊക്കെ മറ്റാരേക്കാളും തനിക്കുണ്ട് എന്നുള്ള തോന്നലാണ് ഈ പെരുമ നടിക്കലിൻ്റെ ആധാരം എന്ന് പറയുന്നത്. അതിന് മുമ്പിലുള്ള ക്രിയാപദം അൽഹ യുൽഹി എന്നുള്ളതാണ്. അശ്രദ്ധയിലാക്കി കളഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്തിൽ നിന്നാണ് അശ്രദ്ധയിലായിപ്പോയിട്ടുള്ളത്? ശരിയായ ലക്ഷ്യം അവിടെ ഉണ്ടായിട്ട് ആ ലക്ഷ്യം കാണാതെ ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ തെറ്റിച്ചു കളയുക. അതിനാണ് അൽഹാക്കു മുത്തക്കാസുർ എന്ന് പറഞ്ഞത്. ഒരു പ്രാധാന്യവുമില്ലാത്ത കാര്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം തബ്രി രേഖപ്പെടുത്തി, കാനു യഖൂലൂൻ, അവർ പറയുമായിരുന്നു, പൂർവികരായ അത്തരം ആളുകൾ, നഹനു അക്സർ മിൻ ബനി ഫുലാൻ, ഇന്ന ആളുടെ ആളുകളെക്കാളൊക്കെ കൂടുതൽ ഞമ്മളാണ് എന്നിങ്ങനെ പറയും അവർ. വ നഹനു അഹദ്ദു മിൻ ബനി ഫുലാൻ, ഇന്ന ആൾക്കാരെക്കാൾ കൂടുതൽ എണ്ണം നമുക്കാണ്. ആളുകളുടെ പേരിൽ, കുടുംബങ്ങളുടെ പേരിൽ, അതല്ലെങ്കിൽ വീടുകളുടെ പേരിൽ, ഭൗതികമായ മറ്റ് വിഭവങ്ങളുടെ പേരിൽ ആളുകൾ ഇങ്ങനെ പെരുപ്പം കാണിച്ചുകൊണ്ടിരിക്കുക. എന്താണ് അതിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത്? വഹും കുല്ലു യൗമിൻ യതസാക്കിത്തൂന ഇലാ ആഖിറുഹും. അവർ പറയുകയും വീമ്പളക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ഓരോരുത്തരും അടർന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വീണുകൊണ്ടിരിക്കുന്നുണ്ട്, മരിച്ചു പോകുന്നുണ്ട്, മണ്ണായിത്തീരുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ എണ്ണപ്പെരുപ്പം കൊണ്ട് നമ്മളിങ്ങനെ വീമ്പടിച്ച് നടക്കുകയാണ്. അത്തരം ആളുകളുടെ ശുദ്ധഭോഷ്കിനെ ഖുർആൻ ആ വചനത്തിൽ തുറന്നു കാണിക്കുകയാണ്. ഹത്താ സുർത്തുമുൽ മഖാബിർ,
ഖബറിടം സന്ദർശിക്കുന്നത് വരെയും ഈ വീമ്പടിക്കലും ഈ ഗർവവും ഈ പെരുപ്പവും ഈ പൊങ്ങച്ചവും ഈ ഗർവുമൊക്കെ നിങ്ങൾക്കുണ്ടാകും. എന്നാൽ നിങ്ങൾ അടുത്ത നിമിഷം മരണത്തിലേക്ക് വഴുതി വീഴുമ്പോൾ, ഖബറിലേക്ക് നിങ്ങൾ എടുത്തു വയ്ക്കുന്ന സന്ദർഭത്തിൽ ഇതെല്ലാം നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാകും. ആ ഒരു യാഥാർത്ഥ്യമാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ഞാൻ കേട്ടിരിക്കുന്നു. അബൂ ഹുറൈറ പറയാം, ലാ യസാലു ഖൽബുൽ കബീരി ഷാബൻ ഫി ഇസ്നൈ. ഏതൊരു മനുഷ്യനും പ്രായം ചെല്ലുന്തോറും രണ്ട് കാര്യങ്ങളിൽ അവൻ യുവത്വത്തിലേക്ക് പ്രാപിക്കുന്നതാണ്. യുവത്വം പ്രാപിച്ചുകൊണ്ടിരിക്കും. എത്ര തല നരച്ചാലും, എത്ര തൊലികൾ ചുളുങ്ങിയാലും, കണ്ണുകൾ എത്ര കുഴിഞ്ഞു പോയാലും മനസ്സിന് രണ്ട് കാര്യങ്ങളിൽ വലിയ യുവത്വത്തിലായിരിക്കും. ഏതാണ് ഈ രണ്ട് കാര്യങ്ങൾ? പ്രവാചകൻ പറയാം, ഫി ഹുബ്ബി ദുനിയ വ തൂലിൽ അമൽ. ദുനിയാവിനോടുള്ള പ്രേമം, ദുനിയാവിനോടുള്ള താല്പര്യം, അത് എത്ര കിട്ടിയാലും ഇനി അത് മതിയിട്ടോ എന്ന് പറയുന്ന ഒരാളുണ്ടാവില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കുകയാണ്. പ്രവാചകൻ ഒരു യുദ്ധ ഗനീമത്ത് സ്വത്ത് വിഭജിക്കുകയാണ്. ഓരോരുത്തരോടും അവരവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞു. അപ്പൊ തൻ്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു എടുത്തു വച്ചത് അദ്ദേഹത്തിന്റെ ചുമലിലേക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ കൂടെ നിന്നൊരു വ്യക്തിയെ അദ്ദേഹം സഹായത്തിന് വിളിക്കുകയാണ്, ഒന്ന് താങ്ങിത്തരാൻ. അപ്പൊ റസൂല് പറഞ്ഞില്ല, പാടില്ല, എടുക്കാൻ പറ്റുന്നതേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ കുറെ എടുത്തു വച്ചതിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെട്ട് താങ്ങിക്കൊണ്ടുപോകുമ്പോൾ തൻ്റെ പിതൃവ്യനെ ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ പറയാം, ദുനിയാവ് ദേ ഇതാണ് കേട്ടോ, ദുനിയാവിൻ്റെ കോലം ഇതാണ്. എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ആ താല്പര്യമാണ് പ്രവാചകൻ സ്വന്തം കുടുംബത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത്. അതിങ്ങനെ എപ്പോഴും ശൈശവദശയിൽ യുവത്വം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഹക്കാണോ ബാത്തിലാണോ, തനിക്കിത് ഉപകരിക്കാൻ പറ്റുമോ, ഇത് തൻ്റെ ഉപയോഗത്തിന് ഉപകരിക്കുമോ എന്നൊക്കൊന്നും ആലോചിക്കാതെ അതിൻ്റെ പിന്നാലെ മനുഷ്യരിങ്ങനെ കെട്ടിമറിയും. എൻ്റെയും നിങ്ങളുടെയൊക്കെ നാട്ടിൻ പുറങ്ങളിൽ അതിർത്തി തർക്കങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ മതിയാവും. ആ തർക്കങ്ങളിൽ കൊടുവാളും മടവാളുമായിട്ടൊക്കെ വരുന്നവരാരായിരിക്കും? അതധികവും ഈ തലനരച്ച ആൾക്കാരായിരിക്കും. അവർക്ക് ഇനിയും ഒരു തിരിച്ചുപോക്കിനെ സംബന്ധിച്ചുള്ള ബോധമില്ല. ഇവിടെയാണ് ജീവിതം എന്നവർ തെറ്റിദ്ധരിക്കുകയാണ്. ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്, വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ. പരലോകം കേട്ടോ, അതാണ് ഏറ്റവും ഉത്തമം. ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ. ഇതെത്ര പറഞ്ഞു തന്നാലും നിങ്ങൾ തിരഞ്ഞെടുക്കുക ദുനിയാവ് തന്നെയായിരിക്കും. ആയത്തിൽ അള്ളാഹു പറഞ്ഞു തരാം, മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? തൂലിൽ അമൽ, വലിയ വ്യാമോഹങ്ങൾ, ഒരധ്വാനവുമില്ലാതെ വലിയ വ്യാമോഹങ്ങളുടെ ആളുകളായിട്ട് ഇങ്ങനെ മനക്കോട്ട കെട്ടി ഇങ്ങനെ പോകുന്നുള്ളതാണ്. അധികവും നമ്മുടെയൊക്കെ പണി കുറെ കഴിഞ്ഞാൽ ഈ വ്യാമോഹങ്ങളുടെ തേരിൽ ഇങ്ങനെ പരിലസിക്കൽ തന്നെയായിരിക്കും. അതാണ് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നത്. അതൊരു വിശ്വാസിക്ക് ചെയ്യാത്ത സംഗതിയല്ല എന്നാണ് പറഞ്ഞതിൻ്റെ സൂചന എന്ന് പറയുന്നത്. ഒരു ശരാശരി ഒരു മനുഷ്യന്റെ ആയുസ്സിൽ അയാളൊരു 19 കൊല്ലം വരെയും കഠിനാധ്വാനത്തിലാണ്. അവിടെ മഴ പ്രശ്നമല്ല, വെയിൽ പ്രശ്നമല്ല, മഞ്ഞും വേറെ ഏതെങ്കിലുമൊക്കെ ഋതുക്കളുടെ മാറ്റങ്ങളൊന്നും പ്രശ്നമല്ല. അയാൾ വളരെ ശക്തമായിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ്. എന്നിട്ട് എന്തൊക്കെയോ മൂപ്പർ സമ്പാദിച്ചു വയ്ക്കുന്നു. ഒരു നല്ല കാര്യങ്ങൾക്ക് വിളിച്ചാലും ശരാശരി ഒരു മനുഷ്യന് അതിലൊന്നും പങ്കെടുക്കാൻ സമയമില്ല. അയാൾ വിചാരിച്ചത് ജീവിതം എന്ന് പറയുന്നത് ഈ വെട്ടിപ്പിടിക്കൽ മാത്രമാണ് ജീവിതം എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ യോദ്ധാക്കളൊക്കെ ചില അധിനിവേശനങ്ങളൊക്കെ നടത്തുന്നത് പോലെ മുതലുകൾ എങ്ങനെയെങ്കിലും ഒക്കെ ഇങ്ങനെ തൻ്റേതാക്കി മാറ്റുന്ന തിരക്കിലായിരിക്കും. 50 കഴിഞ്ഞാലോ, 50 കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി വെട്ടിപ്പിടിച്ച മുതലുകളുമായി എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്കും അലയുന്നവരായി, വെറും മൂഢന്മാരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കുറേ നാളുകളിലെ
മനുഷ്യരുടെ ഒരു ജീവിത ചക്രം പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അവിടെ നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെയൊക്കെയും ആവശ്യങ്ങൾ വളരെ പരിമിതമാണ്. ആ പരിമിതമായതിന് പരിമിതമായിട്ടുള്ള പരിഗണനയെ കൊടുക്കാൻ പാടുള്ളൂ. അതിനർത്ഥം എല്ലാം ഒഴിവാക്കണം എന്നൊന്നുമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കാനും പാടില്ല. ഖുർആൻ അത് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അമിതമായ പ്രാധാന്യം നമ്മുടെ ലക്ഷ്യത്തെ തിരസ്കരിക്കുന്ന രീതിയിൽ അലക്ഷ്യമായി പോകുന്ന ഒന്നായി വരരുത് എന്നുള്ളതാണ്. ഒരു പണത്തൂക്കം എപ്പോഴും പ്രാധാന്യം, പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് തിരിച്ചുപോക്കിന് തന്നെയായിരിക്കണമെന്നാണ് പറയുന്നത്. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറ ആലു ഇമ്രാനിലെ 14-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, എക്കാലത്തും മനുഷ്യനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 6-7 ഘടകങ്ങൾ എടുത്തുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. സുയ്യിന ലിന്നാസ്, മനുഷ്യർക്ക് അള്ളാഹു അലങ്കാരമാക്കിയിരിക്കുന്നു. എന്തൊക്കെയാണ്? ഹുബ്ബു ശഹവാത്തി മിനൻ നിസാ, ഭാര്യമാരോടുള്ള ഇഷ്ടം, ഇണകളോടുള്ള ഇഷ്ടം, വൽ ബനീൻ, മക്കളോടുള്ള പ്രിയം, വൽ കനാതീരിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫില്ല, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ കുമ്പാരങ്ങൾ, അത് മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നതാണ്. വൽ ഖൈലിൽ മുസവ്വമ, അതേപോലെ തന്നെ മേത്തരം കുതിരകൾ, വൽ അൻആം, കന്നുകാലികൾ, വൽ ഹർസ്, കൃഷികൾ, ഇതൊക്കെ എക്കാലത്തും മനുഷ്യന് അലങ്കാരമായി അവനെ പ്രചോദിപ്പിച്ചു കൊണ്ടുപോകുന്ന ഘടകങ്ങളാണ് പറയുന്നത്. എന്നാൽ അള്ളാഹു പിന്നെ പറയുന്നത് ദാലിക മത്താഉൽ ഹയാത്തി ദുനിയ, ഇതൊക്കെ ഈ ഇഹലോകത്തിലെ വിഭവങ്ങൾ മാത്രമാണ് കേട്ടോ. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമവും പ്രിയങ്കരവുമായത്. അപ്പൊ അതിനു വേണ്ടിയാണ് നിങ്ങൾ കാര്യമായി പരിശ്രമിക്കേണ്ടത് എന്നതാണ് ഖുർആൻ അവിടെ അടിവരയിട്ട് സൂചിപ്പിക്കുന്നത്. ശാശ്വതമായ സംഗതികളെ നമ്മൾ മറന്നുപോവുകയും പരിമിതമായി നമ്മൾ ഉപയോഗിക്കുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും അതാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു പോയ ഒരുപാട് സമൂഹങ്ങളുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. എന്തിനാണ് ഈ കഥകൾ പറഞ്ഞു തരുന്നത്? മക്കളെ ഓർക്കാനാണ്? അതല്ലെങ്കിൽ നേരം പോക്കിന് കഥകൾ പറഞ്ഞ് സമയം കൊല്ലാൻ വേണ്ടി പറയുന്നതാണ്? ഫിർഔനിന്റെയും അവന്റെ ആളുകളെയും പറ്റി പറയുന്നിടത്ത് ഖുർആനിലെ 44-ാമത്തെ അധ്യായത്തിലെ 25 മുതൽ 29 വരെയുള്ള വചനങ്ങൾ, കം തറക്കൂ മിൻ ജന്നാത്തിൻ വ ഉയൂൻ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്. വസുറൂഇൻ വ മഖാമിൻ കരീം, എത്രയെത്ര കൃഷിയിടങ്ങളും മാന്യമായ പാർപ്പിടങ്ങളുമാണ് അവർ ഉപേക്ഷിച്ചു കൊണ്ടുപോയത്. വ നഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, ആഹ്ലാദപൂർവ്വം അനുഭവിച്ച എത്രയെത്ര സൗഭാഗ്യങ്ങളാണ് അവർ ഒട്ടെറിഞ്ഞേച്ചു പോയത്. കദാലിക ഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, അതിനൊക്കെയും മറ്റൊരു വിഭാഗത്തെ നാം അനന്തരാവകാശികളായി തിരഞ്ഞെടുത്തിരുന്നു. അള്ളാഹു പറയാം, പടച്ചവന്റെ പ്ലാനിങ് ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ നമ്മുടേതെന്ന് വിചാരിച്ചില്ലേ? ഇതെത്രയോ ലൈവായി എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടാറുണ്ട്. സ്വന്തം അടുക്കളയുടെ വലിപ്പം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ ഭാര്യ നമ്മളെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ കടവും വിലയൊക്കെ വാങ്ങി നമ്മൾ നമ്മുടെ അടുക്കളയ്ക്ക് വല്ലാതെ വിശാലത വരുത്തി അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ചിമ്മിനിയും ഒക്കെ ഒരുക്കിയതിന് ശേഷം 34-ക്കൊരു നെഞ്ചുവേദന അല്ലെങ്കിൽ ഏതോ ഒരു അസുഖം, അവരുടെ പണി കഴിയാണ്. ഇനി ആ അടുക്കളയിലെ മഹാറാണിയായിട്ട് വരേണ്ടത് വേറൊരാളാണ്. നമ്മൾ വെറുതെ എങ്കിലും ഇരിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാറില്ലേ, ഈ അടുക്കളക്ക് വേണ്ടി അവൾ എത്ര വട്ടമാണ് നമ്മളോട് പലതുമായി ആവശ്യപ്പെട്ടിട്ടുള്ളത്? അങ്ങനെ എത്രയോ അനുഭവങ്ങൾ എനിക്കും നിങ്ങൾക്കും പരസ്പരം പറയാനുണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ളൊരു സംഭവത്തെ പറ്റിയാണ് ഖുർആൻ പറഞ്ഞത്. ഈ സൗഭാഗ്യങ്ങൾ ഇന്നലെയൊക്കെയും അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകൾ ഇന്നവർ മാറുകയാണ്. വേറെ വിഭാഗത്തിന് അള്ളാഹു അത് ഇടം നൽകി കൊടുക്കുകയാണ്. എന്നിട്ട് പടച്ചോൻ പറഞ്ഞൊരു വർത്താനുണ്ട്. അതൊരു പരിഹാസമാകാം, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷ്യബോധമില്ലാത്തവർക്കുള്ള ഒരു ഉണർത്തലാകാം. എന്താണ് ഖുർആൻ പറഞ്ഞത്? ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്, അവരുടെ മേലെ ആകാശവും ഭൂമിയും കരഞ്ഞില്ല. വമാ കാനൂ മുൻദരീൻ, ആ തിരിച്ചുപോക്കിനിടയിൽ
അവർക്കൊരവസരവും ഒരു ഇടയും അതൊന്നും കൊടുത്തുമില്ല. നമ്മളെന്ന് മരിച്ചുപോയ നാളെയും സൂര്യനോട് ഉദിക്കും, പള്ളിയിൽ നിസ്കാരം ഉണ്ടാവും, ബാങ്കുവിളി ഉണ്ടാവും, അടുത്ത ആൾ വന്ന് ഇമാമ നിൽക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. നമ്മളോടുകൂടി ഒന്നിനും കൂടെ അവസാനമില്ല. നമ്മളെന്ന് പറയുന്ന വ്യക്തിയിലാണ് അവസാനമുണ്ടായിട്ടുള്ളത്. ബാക്കിയെല്ലാം അതിൻ്റെതായ രീതിയിൽ നടന്നു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ തിരിച്ചുപോക്കിന് മുമ്പായി നമുക്ക് നമ്മളെ രേഖപ്പെടുത്താൻ കഴിയണം. നമുക്ക് കൊണ്ടുപോകേണ്ടത് സംഘടിപ്പിക്കാൻ ഒരുക്കൂട്ടാൻ കഴിയണം. അവിടെ പ്രാധാന്യമില്ലാത്ത പലതിനു വേണ്ടിയും നമ്മുടെ സമയത്തെയും സന്ദർഭങ്ങളെയും നമ്മൾ ഒഴിവാക്കിക്കൂടാ എന്ന് പറയുന്നത്. എത്രയോ അനുഭവങ്ങൾ. ഒരു കാലഘട്ടത്തിൽ ഐക്യത്തിൻ്റെ തീണ്ടാപ്പാടകലെ നിർത്തിയിരുന്ന ആളുകൾ, ചില കൊട്ടാരങ്ങളുണ്ട്. കേരളത്തിലൊരു രാജാവിൻ്റെ പേര് ധർമ്മരാജാവ് എന്നാണ്. അയാൾ നടത്തിയ ധർമ്മത്തിൻ്റെ വീരേതിഹാസം കേട്ട് ഞെട്ടിപ്പോകും. ഇവിടെയുള്ള ഏറ്റവും അധകൃതരായ വർഗക്കാരുടെ സഹോദരിമാരുടെ മാറിന് കരം വാങ്ങിയ ആളുടെ പേര് ധർമ്മരാജാവ് എന്നാണ്. ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ അവരൊക്കെയും അകലം പാലിച്ചു നിർത്തിയിരുന്ന അത്തരം കൊട്ടാരങ്ങൾ, തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ് അടക്കമുള്ള സംഗതികൾ, ഇന്ന് അവിടെ ഭരിക്കുന്നത് തികച്ചും അധകൃതരായ ആളുകളാണ്. ജാതിയിൽ മോശമെന്ന് അവർ കൽപ്പിച്ചിരുന്ന ആളുകളാണ് ഇന്നവിടുത്തെ അതിൻ്റെ കസ്റ്റോഡിയന്മാർ എന്ന് പറയുന്നത്. അത് ചരിത്രത്തിൻ്റെ ഒരു വിരോധാഭാസമാണ്. അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. പടച്ചോൻ പറഞ്ഞില്ലേ, കദാലിക ഔറസ്നാഹ കൗമൻ ആഖിരി, ഇത് വേറെ ചില ആൾക്കാർക്ക് നമ്മൾ എടുത്തു കൊടുക്കും എന്ന് പറഞ്ഞില്ലേ. ആ കൊടുക്കൽ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇന്നലെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കടക്കാനുള്ള അനുവാദം അല്ലെങ്കിൽ നാളെ നിങ്ങളായിരിക്കും ഇവിടുത്തെ രാജാവ് എന്ന് പറയുന്നത്. ചരിത്രം അങ്ങനെയാണ്. ഇത്തരം ക്രൂരതകളോടൊക്കെയും പ്രതികാരം ചെയ്യുന്നത് അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, പുതിയ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മക്കൾക്കും കുടുംബത്തിനൊക്കെ വേണ്ടി നമ്മൾ എന്താണ് സമ്പാദിച്ചു കൊടുക്കേണ്ടത്? നല്ലപോലെ പഠിക്കേണ്ട ഒരു പാഠമാണ്. ഞാനും നിങ്ങളുമൊക്കെ അനേക വട്ടം മറന്നു പോകുന്ന ആ പാഠമാണ്. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ എൻ്റെ അന്വേഷണത്തിലും എൻ്റെ പഠനത്തിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഭൗതികമായൊരു സംഗതിയല്ല. എന്തത് പറയാൻ കാരണം, നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചതിനേക്കാൾ വളരെ ഭംഗിയായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചത് അവരുടെ മാതാപിതാക്കൾ ജീവിച്ചതിനേക്കാൾ ഏറ്റവും ഭംഗിയായിട്ടാണ്. അത് ഈ കാലം ചെല്ലും തോറും, നമ്മളൊക്കെ ഒരു കാലത്ത് നമ്മളുടെ സോഷ്യൽ സ്റ്റഡീസിൽ നമ്മൾ പറഞ്ഞത്, ജനങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ വിഭവങ്ങളൊക്കെ കുറഞ്ഞ ആകെ പട്ടിണിയും പരിവട്ടവും ആൾക്കാർ ഇവിടെ തമ്മിൽ തല്ലി ചാവലായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അത് ചരിത്രം തിരിച്ചു തന്നു. കാലം പിന്നിട്ടിപ്പോൾ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് മാൻ പവറാണ് നമ്മൾ തെളിയിച്ചു. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ നമ്മൾ മറ്റു പലതിൽ നിന്നും നേടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ടതില്ല, നിങ്ങൾ ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും ഭംഗിയായി നിങ്ങളുടെ മക്കൾ ജീവിക്കും. അത് ഈ കടന്നു പോകുന്ന തലമുറകളുടെ സഞ്ചാരങ്ങളിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. പക്ഷേ ആ പാഠം പഠിക്കാത്ത ആളുകൾ എന്ത് ചെയ്യുന്നറിയാവോ? അവർ വിചാരിക്കും അവരുടെ കാലശേഷം മക്കൾ പ്രയാസത്തിലാവുമല്ലോ, അതുകൊണ്ട് ഏത് മാർഗത്തിലും എങ്ങനെയും വെട്ടിപ്പിടിച്ച് മക്കൾക്ക് കൊടുക്കാം എന്ന രീതിയിൽ ചിന്തിക്കുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. എന്നാൽ അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു ബാക്കപ്പ് ഇല്ലാതെ, മതപരമായൊരു ബോധനമില്ലാതെ, ലക്ഷ്യബോധം എന്ന് പറയുന്ന സംഗതി കുട്ടികൾക്ക് ABCD പറഞ്ഞു കൊടുക്കാതെ വെറും പണം സമ്പാദിക്കുന്ന മുതലിൻ്റെ ആളുകളായി മക്കളെ മാറ്റിക്കഴിയുമ്പോൾ ദുരന്തമായിട്ട് പോകും. ഇന്ന് ഏത് വീട്ടിൽ എല്ലാവരും കൂടിയിരിക്കുമ്പോൾ തുറന്ന മതപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമുണ്ടാകുന്ന എത്ര കുടുംബങ്ങളുണ്ട്? എൻ്റെ ചോദ്യം നിങ്ങൾ ഓരോരുത്തരോടുമാണ്. നിങ്ങളുടെ വീടുകളിൽ അങ്ങനെ ഒരു അകത്തളമുണ്ടോ? അന്വേഷിക്കണം. നമ്മളൊരു സീരിയലിനെ പറ്റി പറഞ്ഞാൽ അഭിപ്രായം പറയും. മക്കളുണ്ടാകും, മകനുണ്ടാകും, മരുമകളുണ്ടാകും, മരുമകനുണ്ടാകും, എല്ലാവരും റെഡിയാണ് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ. എന്നാൽ ഒരു ആയത്തിനെ സംബന്ധിച്ചുള്ളൊരു ചർച്ച വന്നാലോ, അവിടെ ഒരു പക്ഷേ ചർച്ച എടുത്തിടുന്ന നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. നിങ്ങളുടെ പങ്കാളി പോലും സപ്പോർട്ടിനായിട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം അവർക്ക് ആ വിഷയങ്ങളൊക്കെ ഒരു താല്പര്യമില്ലാത്തൊരു മേഖലയാണ്. ഖുർആൻ എത്ര ഗൗരവത്തോടു കൂടിയ പറയുന്നറിയാവൂ, വദരില്ലദീന ഇത്തഖദൂ ദീനഹും ലഇബൻ വലഹ്വ. നേരത്തെ പറഞ്ഞ അതേ പ്രയോഗം. അള്ളാഹുവിൻ്റെ മതത്തെ കളിയും തമാശയുമാക്കിയിട്ടുള്ള ആളുകളെ നിങ്ങൾ വിട്ടയച്ചു കളയണം, അവരെ നിങ്ങൾ ഒഴിവാക്കണം.
വഅറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവ് അവരെ വഞ്ചിച്ചിരിക്കുകയാണ്. അവർ മനസ്സിലാക്കിയത് ഇതൊന്നുമല്ല കാര്യം, നമ്മളീ കൊണ്ടുനടക്കുന്ന ദുനിയാവാണ് ഏറ്റവും പ്രാധാന്യം എന്നാണ് അവർ ധരിച്ചു പോയിട്ടുള്ളത്. അത്തരമൊരു ധാരണയെ ഖുർആൻ അവിടെ തിരുത്തുകയാണ്. ഇനി യഥാർത്ഥ ജീവിതം എവിടെയാണ്? ഖുർആൻ അത് അടിവരയിട്ട് പറയുന്നുണ്ട്. 29-ാമത്തെ അധ്യായം സൂറ അൻകബൂത്തിലെ 64-ാമത്തെ വചനം, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് ഇല്ലാ ലഹുവുൻ വലഇബുൻ, വിനോദവും കളിയുമല്ലാതെ ഒന്നുമല്ല. വ ഇന്ന ദാറുൽ ആഖിറ, പരലോകമാണട്ടോ ലഹിയൽ ഹയവാൻ, ജീവിതം എന്ന് പറയുന്നത് അവിടെയാണ്. ലൗകാനു യഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അറിയുന്നവരാണ് എങ്കിൽ. അതാണ് ആ പറഞ്ഞത്. മുനാഫിക്കുകളെ പറ്റി പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞു, ഉലൈകല്ലദീന ഇശ്തറവുൽ ളലാലത ബിൽ ഹുദ, സന്മാർഗത്തിന് പകരം ദുർമാർഗം വില കൊടുത്തു വാങ്ങിയവരാണവർ. ഫമാ റബിഹത് തിജാറത്തുഹും വമാ കാനൂ മുഹ്തദീൻ, അവരുടെ കച്ചവടം ലാഭകരമായില്ല, അവരാകട്ടെ ലക്ഷ്യം പ്രാപിച്ചുമില്ല. ഖുർആൻ പറയാണ്, ലക്ഷ്യം പ്രാപിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൽ നിന്ന് മാറിപ്പോയ ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ സമൂഹത്തിലെ ധനാഢ്യനായ അഹങ്കാരിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. കാറൂനോട് വിശ്വാസികൾ പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, അള്ളാഹ് നിനക്ക് നൽകിയിട്ടുള്ള വിഭവം എന്താണോ അതുകൊണ്ട് നീ പരലോക ഭവനം ആഗ്രഹിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിന്റെ ഓഹരി നീ വിസ്മരിക്കേണ്ടതുമില്ല, വിസ്മരിക്കാതെ തന്നെ നിനക്ക് പരലോകത്ത് വിജയം വരിക്കാം. ആളുകൾ അദ്ദേഹത്തോട് പറയാൻ, പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഷ്യം വേറൊന്നായിരുന്നു. അങ്ങനെ പരലോകത്തിന് വേണ്ടി ഒന്നും ചെലവഴിക്കാൻ അയാൾ കൂട്ടാക്കിയില്ല എന്നാണ് വരുന്നത്. നരകത്തിന്റെ മുമ്പിൽ ചില ആളുകളെ കൊണ്ടു നിർത്തും. അതാരായിരിക്കും? നമ്മൾ വിചാരിക്കുക സത്യനിഷേധികളായിരിക്കും എന്നുള്ളതാണ്. ആ പ്രയോഗത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വയൗമ യുഅറദുല്ലദീന കഫറു അലന്നാർ, നിഷേധികളായ ആളുകളെ നരകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന സന്ദർഭത്തിൽ അദ്ഹബത്തും തയ്യിബാത്തിക്കും, അള്ളാഹു പറയാണ്, അദ്ഹബത്തും തയ്യിബാത്തിക്കും, വിശിഷ്ടമായതെല്ലാം പാഴാക്കിക്കളഞ്ഞ ആളുകളാണ് നിങ്ങൾ. ഒരുപാട് വിശിഷ്ടമായ സംഗതികൾ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരുന്നു, അതെല്ലാം നിങ്ങൾ പാഴാക്കിക്കളഞ്ഞ ഫീ ഹയാത്തിക്കും ദുനിയ, നിങ്ങളുടെ ഐഹിക ജീവിതത്തിൽ. വസ്തംതഅതും ബിഹാ, അതുകൊണ്ട് നിങ്ങൾ സുഖം ആസ്വദിക്കുകയായിരുന്നു. ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഈ ദിവസം നിങ്ങൾക്ക് നിന്ദ്യകരമായ ശിക്ഷയല്ലാതെ മറ്റൊന്നുണ്ടാവുകയില്ല. എന്തുകൊണ്ടെന്നാൽ ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, യാഥാർത്ഥ്യമില്ലാതെ അവകാശമില്ലാതെ ദുനിയാവിൽ നിങ്ങൾ അഹങ്കാരികളായിരുന്നു എന്നതുകൊണ്ട്. വബിമാ കുൻതും തഫ്സുഖൂൻ, തോന്നിവാസികളായി പടച്ചവന്റെ ദീനും നിർദ്ദേശങ്ങളുമൊക്കെ കാറ്റിൽ പറത്തി ജീവിച്ചതുകൊണ്ടും നിങ്ങൾക്കിന്നുള്ള ശിക്ഷ അതായിരിക്കും എന്നുള്ളതാണ്. നിഷേധികളായ മനുഷ്യരെ പാഠമാക്കി അവരോടൊപ്പം കൂടിപ്പോയിട്ടുള്ള അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചാണ് ഖുർആൻ ഇത് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞു വന്നത് എന്ന് പറയുന്നത്, ഈ ക്ഷണികമായ ആയുസ്സിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് പരലോകത്തെ വിജയമാണ് എന്നത് നമ്മൾ മറന്നുപോകരുത് എന്നതാണ്. ദുനിയാവിൻ്റെ സാധ്യതകൾ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളാണ്. ആ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതത്തെ വിജയിപ്പിക്കാൻ ഞാൻ നിങ്ങളും പരിശ്രമിക്കണം. ദുനിയാവിൻ്റെ അടിമയാകാതെ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.